തെരുവുനായ കേസിൽ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയിൽ ഹാജരായി. കേരളത്തിന് വേണ്ടി ഹാജരാകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ്. കോടതിയിലെ തിരക്ക് കാരണം നടപടികൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റണമോ എന്ന് കോടതി ചോദിച്ചു. വിവരങ്ങൾ ഡി ധനസുമോദ് നൽകും. സുമോദ്, എന്താണ് കോടതി അങ്ങനെ ചോദിച്ചത്? അത്രയ്ക്കധികം സെക്രട്ടറിമാരെത്തിയിട്ടുണ്ടോ? ഇപ്പോൾ 27 സംസ്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എത്തിയിരിക്കുന്നത്. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ചീഫ് സെക്രട്ടറിമാരാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3-ാം നമ്പർ കോടതിയിൽ തുടക്ക സമയത്ത് തന്നെ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കേസ് ഇനി ഓഡിറ്റോറിയത്തിൽ മാറ്റണോ എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. പക്ഷേ തുഷാർ മേത്ത പറഞ്ഞത് ഓഡിറ്റോറിയത്തിൽ മാറ്റേണ്ട കാര്യമില്ല, ഇവിടെ വെച്ച് തന്നെ ഈ കോടതി മുറിക്കുള്ളിൽ തന്നെ കേസ് പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ആന്ധ്ര ചീഫ് സെക്രട്ടറിയാണ് വന്നത്. അദ്ദേഹം കൃത്യമായി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. കാലതാമസമുള്ള, അതായത് ABC ചട്ടങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം അല്ലെങ്കിൽ ദേശീയ നയം രൂപീകരിക്കുമ്പോഴുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ ക്ഷമ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഈ സമയത്ത് തന്നെ ആന്ധ്രയിൽ തുടങ്ങുകയാണെങ്കിൽ കേരളം വരെ എത്തുമ്പോൾ വളരെയധികം സമയം വേണ്ടിവരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരായി വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബെഞ്ച് വീണ്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് എല്ലാ സംസ്ഥാനങ്ങളും ഒരു 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെ ദാദർ, ഹവേലി, ചണ്ഡീഗഡ് തുടങ്ങിയ ഈ ചെറിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഏതൊക്കെ തരത്തിലുള്ള ചട്ടങ്ങളാണ് രൂപീകരിച്ചിരിക്കുന്നത്, അവരെങ്ങനെയാണ് നടപ്പാക്കുന്നത്, ഈ തെരുവ് പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനായി ഓരോ സംസ്ഥാനങ്ങളും എത്രത്തോളം നടപടികളാണ് കൈക്കൊണ്ടത് എന്നുള്ളൊരു കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഹാജരായിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ്. കേരളത്തിന് സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ഒരു കാലതാമസം പറയുന്നത് ഇത് 2 വകുപ്പുകളാണ് പ്രധാനമായും ഏകോപനം നടത്തി സമർപ്പിക്കേണ്ടത്. ഒന്ന് മൃഗസംരക്ഷണ വകുപ്പും ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു താമസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ട്. ABC ചട്ടങ്ങൾ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ചില പാളിച്ചകളുണ്ട്, പോരായ്മകളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ജഡ്ജിമാർ ഇപ്പോൾ അവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യവാങ്മൂലമെല്ലാം പരിഗണിച്ചതിന് ശേഷം തുടർ നടപടികൾ ഇനി അടുത്ത സിറ്റിംഗിൽ ഉണ്ടാകാനാണ് സാധ്യത. കോടതി നടപടികൾ ഇപ്പോഴും തുടരുകയാണ്.